Hi dearies, welcome back to my class. Good morning. Today we are going to learn about the poem Childhood Rainer Maria Rilkeൻ്റെ ചൈൽഡ്ഹുഡ് എന്ന പോയമിലെ പാരഫ്രൈസ് ഒരു സമ്മറി രൂപത്തിൽ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുന്നത് വേൾഡ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് വേൾഡ് പോയട്രി ആയതുകൊണ്ട് മെറ്റീരിയൽ വളരെ കുറവ്. അപ്പം ഇതൊക്കെ വെച്ച് നിങ്ങൾ എഴുതുക, പിന്നെ കുറച്ച് നിങ്ങളുടെ ഭാഷയിലും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. Childhood is a poem of 33 lines divided into 4 stanzas. അപ്പം 33 ലൈൻസ് ആണുള്ളത്, ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റാൻസസ്, 4 സ്റ്റാൻസകളും. The title would generally lead the reader to expect a poem describing a time of innocence, joy and joy. അപ്പം ഈ പോയം എക്സ്പ്രസ് ചെയ്യുന്ന ടൈം ഓഫ് ഇന്നസെൻസ് ആൻഡ് ജോയ്, ദാറ്റ് ഈസ് ദിസ് പോയം ഈസ് അബൌട്ട് ചൈൽഡ്ഹുഡ്. ആൻഡ് വൈൽ ചൈൽഡ്ഹുഡ് ഡസ് ദിസ് ടു സം എക്സ്റ്റെൻറ്റ്, ചൈൽഡ്ഹുഡും ചില ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഡിസ്ക്രൈബ് എ ടൈം ഓഫ് ഇന്നസെൻസ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡാണ്. It also describes a contrasting sad side to childhood. Is to discuss the sad side of childhood. The poem is written in the third person, which often serves to distance the poet from the speaker or the perspective in the poem. അപ്പോൾ ഈ പോയം തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നിങ്ങൾക്ക് അറിയാവും ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഐ വി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും, യു എന്നുള്ളത് തേർഡ് പേഴ്സൺ എന്ന് പറയും, പിന്നെയോ ഹി ദേ എന്നൊക്കെ ഉള്ളത് നമ്മളെന്ത് പറയും, തേർഡ് പേഴ്സൺ. അപ്പം ഇവിടെ ഹി ഷീ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവാണ് ഈ പോയം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോയറ്റും സ്പീക്കറും നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുക എന്താണ്, ഇതൊരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആയിട്ടാണല്ലേ നമ്മൾ പോയറ്റ് പറയുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇൻ ചൈൽഡ്ഹുഡ് the unnamed pale child and his feelings of loneliness, isolation and sad resembles Lake's remembrance of his own childhood quite closely. അതുകൊണ്ടാണ് കേട്ടോ. എന്താണ് the childhood, in the childhood the unnamed, പേര് പറയാത്ത pale child വിളറിയ and his feeling of loneliness, ഒക്കെ ഒരേ വേർഡ്, loneliness, isolation and sadness resembles ഹിസ് ഓൺ ചൈൽഡ്ഹുഡ് ക്വൈറ്റ് ക്ലോസ്ലി. ആരെ, നമ്മൾ റെയിൽക്കേൻ്റെ ചൈൽഡ്ഹുഡിന് റിസംബിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പോയം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് അബൌട്ട് ചൈൽഡ്ഹുഡ്, ഇറ്റ് ഈസ് അബൌട്ട് ദി സാഡ് സൈഡ് ഓഫ് ചൈൽഡ്ഹുഡ്. ദെൻ നമുക്ക് പറയാം ദ അൺനെയിംഡ് പെയിൽ ചൈൽഡ് ആൻഡ് ഹിസ് ഫീലിംഗ് ഓഫ് ലോൺലെസ്, ഐസൊലേഷൻ, സാഡ്നെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ പോയിട്ടർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. Childhood begins with short description of school. It is shown as an entirely negative light. അപ്പം ഒരു നെഗറ്റീവ് ലൈറ്റിലാണ് സ്കൂൾ ഡേയ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന അക്കാഡമിക് സ്കൂളിൽ ചേർത്തിരുന്നു. അപ്പം അതിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത് ഹി ഈസ് ദ ഓൺലി സ്റ്റുഡൻറ്റ് ഹു സ്പീക്ക് വിച്ച് ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് അല്ല നമ്മൾ ബുക്കിൽ പറഞ്ഞത്. അത് സംസാരിക്കുന്ന ഒറ്റ ചൈൽഡ് ഉള്ളായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെക്ക് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഫീൽ ലോൺലിനെസ് ഇൻ ദി സ്കൂൾ. അപ്പോൾ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിൽ നെഗറ്റീവ് ലൈറ്റിലാണ് പറയുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഈസ് സ്റ്റഫി, ദ അവേഴ്സ് സ്പെൻഡ് ദർ ആർ ലോങ് ആൻഡ് ബോറിങ് ആൻഡ് ഫീലിംഗ് ദ ചൈൽഡ് എക്സ്പീരിയൻസ് ആർ ആങ്സൈറ്റി ആൻഡ് ലോൺലിനെസ്. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ദ അറ്റ്മോസ്ഫിയർ ഈസ് സ്റ്റഫി, ദ അവേഴ്സ് സ്പെൻഡ് ദർ ആർ ലോങ് ആൻഡ് ബോറിങ്. ലോങ് ആയിരുന്നത് പോലെ സംടൈം ബോറിംഗ് ആയിരുന്നു. ആൻഡ് ദ ഫീലിംഗ് ഓഫ് ദ ചൈൽഡ് എക്സ്പീരിയൻസ് ആർ ആങ്സൈറ്റി ആൻഡ് ലോൺലിനെസ്. ആങ്സൈറ്റിയും ലോൺലിനെസ്സും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഇയാൾ ഹി ലീവ് ദ സ്കൂൾ അല്ലേ, നമ്മൾ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ദ റിലീഫ് ആൻഡ് ജോയ് ഓഫ് ഡിമിസെൽ കോൺട്രാസ്റ്റ് ഷാർപ്പ്ലി വിത്ത് ദ ഹെവി ലംബിഷ് ടൈം ഇൻ സ്കൂൾ. ഹെവി ലംബിഷ് ടൈം മീൻസ് അത് ഒരു ഫ്രേസാണ്. അത്രയും ഹെവി ലംബിഷ് ടൈം ആയിട്ടാണ് ഫീൽ ചെയ്തത്, അത്രയും ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ദ സ്ട്രെസ് റിങ് ഔട്ട് വിത്ത് ചിൽഡ്രൻസ് വോയിസ്. The town squares are full of budding fountains and the outdoor world has endless space and possibilities. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് റിങ് ഔട്ട് വിത്ത് ചിൽഡ്രൻ വോയിസ്, സ്ട്രീറ്റിൽ ഭയങ്കര സൗണ്ടും കോലാഹലങ്ങളൊക്കെ ഉണ്ട്. ദ ടൗൺ സ്ക്വയേഴ്സ് ആർ ഫുൾ ഓഫ് ബഡ്ഡിങ് ഫൗണ്ടെയിൻസ്, കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദ ഔട്ട്ഡോർ വേൾഡ് ഹാസ് എൻഡ്ലെസ് സ്പേസ് ആൻഡ് പോസിബിലിറ്റി. ഔട്ട്ഡോർ എന്ന എൻഡ്ലെസ് എന്താണ് സ്പേസ് ആൻഡ് പോസിബിലിറ്റി കാണിക്കുന്നത്. മീൻസ് സറൗണ്ടിങ്സിലൊക്കെ ഹാപ്പിയാണ്, സറൗണ്ടിങ്സിലൊക്കെ വളരെ ശബ്ദമുള്ളതും അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ എ സ്മോൾ ചൈൽഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ആസ് എ ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതേഴ്സ് അല്ലേ.
എന്താണ് ആ ചൈൽഡിനെ introduced as child has introduced as different from all others. The child is different from all others. കാരണം എന്താ, he has indifferent attitude towards the surroundings. അതുകൊണ്ട് ഒരു ഇൻഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണ്. ദോ ഹി ഷെയർസ് ഇൻ ദി exultant feeling of release from school, he walks a different path alone and lonely. സ്കൂളിൽ നിന്നൊക്കെ പോന്നിട്ടുണ്ടെങ്കിലും he walk a different path alone and lonely. ഒരേ വേർഡാണ്. അയാൾ ലോൺലി ആയിട്ട് സ്കൂൾ ഡേയ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് പോരുകയാണ്. അതാണ് അതിൽ പറയുന്നത്. Next, the second stanza shows the wider world from child's perspective, one both distance and perceptive. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസിൽ എന്താണ്, ആ കുട്ടീൻ്റെ പെർസ്പെക്റ്റീവിൽ ലോകത്തെ കാണുകയാണ്. വൺ ബോത്ത് ഡിസ്റ്റൻസ് ആൻഡ് പെർസെപ്റ്റീവ് ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഹി വാച്ചസ് മെൻ ആൻഡ് വിമൻ, ചിൽഡ്രൻ ഇൻ ബ്രൈറ്റ്ലി കളേർഡ് ക്ലോത്ത്സ്, ഹൗസസ് ഹിയർ ആൻഡ് ദ, എ ഡോഗ്. അപ്പോൾ ഇതൊക്കെ സറൗണ്ടിങ്സ് ആണ്. ചിൽഡ്രനെ കാണുന്നു, കുട്ടികളെ കാണുന്നു, അതുപോലെ ക്ലോത്ത്, ഹൗസസ്, പിന്നെ അവിടെ ഇവിടെയൊക്കെ നായകളൊക്കെ സറൗണ്ടിങ്സ് പറയുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫിസിക്കൽ വേൾഡ് സഡൻലി ചേഞ്ചസ് ഇൻ ടു ഇൻറ്റൻസ് ഇമോഷൻ അണ്ടർലൈങ് ദ സീമിംഗ്ലി സിമ്പിൾ നെയ്ബർഹുഡ് സീൻ. അങ്ങനെ പെട്ടെന്ന് ആ ഡിസ്ക്രിപ്ഷൻ മാറിയിട്ട് എന്ത് ചെയ്യാണ്, ഇൻറ്റൻസ് ഇമോഷൻ അണ്ടർലൈങ് ദ സീമിംഗ്ലി സിമ്പിൾ നെയ്ബർഹുഡ് സീൻസ്. എന്താ നെയ്ബർഹുഡ് സീനാണ്. ഫീലിംഗ് ഓഫ് സൈലൻറ്റ് ടെറർ അൾട്ടർനേറ്റ് വിത്ത് ട്രസ്റ്റ്. അങ്ങനെ ഒരു ആൾട്ടർനേറ്റ് വിത്ത് ട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഒരു atmosphere മാറുകയാണ്. The stanza ends as they all do with a few words or phrases expressing the child and poet's emotional perspective of the scene or event described. എന്താണ്, after observing the peaceful setting and using the conflicting emotion of fear and trust, there is a feeling of senseless sadness, dream and awe. ആ ഒരു എന്താ പറയുക, ആഫ്റ്റർ ഒബ്സർവിങ് ദ പീസ്ഫുൾ സെറ്റിംഗ്, അങ്ങനെ പീസ്ഫുൾ ആ സെറ്റിംഗ് മാറിയിട്ട് സെൻസിങ് ദ കോൺഫ്ലിക്റ്റിംഗ് ഇമോഷൻ ഓഫ് ഫിയർ ആൻഡ് ട്രസ്റ്റ്. At the same time he has fear and trust, വിശ്വാസമുണ്ട്. there is a feeling of senseless sadness, dream and horror. സെൻസ്ലെസ് സാഡ്നെസ് ആണ്. അപ്പം അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു വേദന അല്ലെങ്കിൽ സങ്കടമൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. The third and fourth stanza narrow their focus to the child's more immediate environment and playtime. അതിൽ പ്ലേ ടൈമിനെ കുറിച്ചിട്ട് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. As the daylight begins to fade, a small pale child playing with balls, hoops and bats rushes around blindly playing tag and bumps into some grown-up in this process. അങ്ങനെ അയാൾ ആ കുട്ടി, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ പോയമിൽ ഇത് കറക്റ്റൊന്നും പറയുന്നില്ല. അയാൾ ആ കുട്ടി കളിക്കുകയാണ്, ബോൾസും ഹൂപ്സും ബാറ്റും ഒക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ റഷസ് അറൗണ്ട് ബ്ലൈൻഡ്ലി പ്ലേയിങ് ടാഗ്, ബംസ് ഇൻ ടു സം ഗ്രോൺ അപ്പ് ഇൻ ഹിസ് പ്രോസസ്. അങ്ങനെ എന്താണ് കുറേ ആളായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്സിൽ. ഈവൻ ക്വയറ്റ്ലി അറൈവ്സ്, പ്ലേ ടൈം ഈസ് ഓവർ ആസ് എ ചൈൽഡ് ഈസ് ലെറ്റ് ഹോം ഫേംലി ബൈ ദ ഹാൻഡ്. അങ്ങനെ എന്താണ് വീട്ടിലേക്ക് വരികയാണ്. സംടൈംസ് ദ ചൈൽഡ് പ്ലേ ഫോർ അവേഴ്സ് at the pond with his sailing boat, trying to forget the others whose boat are prettier. അങ്ങനെ forgot the others whose boats are prettier. അങ്ങനെ നമ്മളെ കൂടെ ഉണ്ടാകുന്ന നല്ല ബോട്ടുള്ള അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ കളിക്കാനുള്ള ആൾക്കാരൊക്കെ മറക്കുകയാണ്. The poem ends with the boy contemplating his reflection in the water. അതിൽ നോക്കുന്നുണ്ട്, ലുക്കിംഗ് അപ്പ് ആസ് ഇറ്റ് സാങ് ഡൗൺ. അതൊരു ഇതാണ് കേട്ടോ. ആ പോയമിൽ നമ്മൾ പറയുന്നില്ല. എന്താ വെച്ചാൽ ഈ കുട്ടി ഒരു പോണ്ടിലെ വെള്ളത്തിലേക്ക് നോക്കുകയാണ്. ലുക്കിംഗ് അപ്പ് ആസ് ഇറ്റ് സാങ് ഡൗൺ. അത് സാങ് ചെയ്യുന്നത് മുങ്ങിപ്പോവുക അല്ലേ. വണ്ടറിങ് വേർ ചൈൽഡ്ഹുഡ് ഈസ് ടേക്കിംഗ് ഹിം, വേർ ഇറ്റ് ഓൾ വിൽ ലീഡ്. ഇതൊക്കെ എങ്ങോട്ടാണ്, അത് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് ലുക്കിംഗ് അപ്പ് ആസ് ഇറ്റ് സാങ് ഡൗൺ. ആ എന്താണ് ബോട്ട് മുങ്ങിപ്പോകുന്ന പോലെ, ചൈൽഡ്ഹുഡ് ആകുന്ന ബോട്ട് മുങ്ങിപ്പോകുന്ന പോലെ തോന്നുകയാണ്. വണ്ടറിങ് വേർ ചൈൽഡ്ഹുഡ് ഈസ് ടേക്കിംഗ് ഹിം, വേർ ഇറ്റ് ഓൾ വിൽ ലീഡ്. ഇതൊക്കെ എങ്ങോട്ടാണ് അയാൾ നയിക്കുന്നത്, അല്ല എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് അറിയുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു അനാലിസിസ് ഓഫ് ദി പോയം അല്ലെങ്കിൽ പാരഫ്രൈസ് ഓഫ് ദി പോയം. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നമ്മളിപ്പോൾ ദ പോയറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ഷെപ്പേർഡ് എന്നുള്ള ടേം ഉണ്ട്. അത് സിമിലിക്ക് എക്സാമ്പിളാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, ഇതിനധികം മെറ്റീരിയൽ കിട്ടില്ല. ഞാൻ കുറേ തപ്പി നോക്കിയപ്പോൾ ഇത് നമ്മൾ സ്റ്റഡി മെറ്റീരിയലാണ്, യൂണിവേഴ്സിറ്റീൻ്റെ അത് കിട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളായിരിക്കും പോയത്തിൽ പറയാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പോയട്രി അങ്ങനെയാണ്, എക്സ്പ്ലനേഷൻ കൂടുതൽ നമുക്ക് നമ്മുടെ ചോയ്സിന് കൊടുക്കാം. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് നോട്ട് തയ്യാറാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് പഠിച്ചെഴുതിയാലും നോ പ്രോബ്ലം. ഓക്കെ,
Let me conclude today's class. Thank you.